ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരാഴ്ച കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു ആഴ്ചയിലെ ഒരു മൊത്തത്തിലുള്ള അവലോകനം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ശക്തനായ പ്ലെയർ എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, ഞാൻ പറയുന്നത് നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷിനെ പറ്റി തന്നെയാണ്. ഈ ഒരു സീസണിൽ നോക്കിക്കഴിയുമ്പോൾ ബാക്കി രണ്ട് മൂന്ന് കണ്ടസ്റ്റൻസിനെ നമുക്ക് എടുത്തു പറയാനുണ്ടെങ്കിൽ പോലും മികച്ച രീതിയിൽ ഈ ഒരു സീസണിൽ നിൽക്കുന്നതും ശക്തമായി എല്ലാ കണ്ടസ്റ്റൻസിനെയും പ്രതിരോധിച്ച് നിൽക്കുന്നതും ശക്തമായി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതും നമ്മുടെ അനീഷാണ്. പ്രേക്ഷകരെ കുറച്ച് രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെയും നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഒരു സീസണിൽ രതീഷ് എല്ലാവരെയും വെറുപ്പിച്ചു എന്ന് പറയുന്നത് പോലെ, എന്നാൽ സീസൺ 2 രജിത് കുമാറിനെ പോലെ ഒരു എലോൺ അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടൽ ഗെയിം ആണ് നമ്മുടെ അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും പുള്ളി നമ്മുടെ ക്യാമറയിൽ രജിസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് പഠിച്ചു വന്ന് പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം നമുക്കത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ വരുന്നത് എന്ന് പുള്ളിക്കത് ഗസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് അറിയാൻ പറ്റുന്നില്ല അവിടെ എന്താണ്, നമുക്ക് എങ്ങനെയാണ് പുറത്തേക്ക് ഔട്ട് പോകുന്നതെന്നും പ്രേക്ഷകർ എങ്ങനെയാണ് കരുതുന്നതെന്നും. ബട്ട് സ്റ്റിൽ നല്ല പേയ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടിരിക്കുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സും ആർട്ടിസ്റ്റും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ ഭയങ്കര സെലിബ്രിറ്റീസും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കോമണറായിട്ട് വന്ന് വലിയ പേയ്മെന്റും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. ബട്ട് പുള്ളിക്ക് കൊടുത്ത ടാസ്ക് അല്ലെങ്കിൽ പുള്ളിക്ക് ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് കിട്ടിയ അവസരം പുള്ളി മാക്സിമം മുതലാക്കുന്നുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള വട്ടവർ പുള്ളിക്ക് കിട്ടിയ അവസരം പുള്ളിയെ കൊണ്ടാകുന്ന രീതിയിൽ പുള്ളി മുതലാക്കുന്നില്ലേ? ശരിയല്ലേ? പുള്ളി അത് കാണിക്കുന്ന എല്ലാം ഒറിജിനൽ ആയിട്ടോ പുള്ളിയുടെ ക്യാരക്ടർ ഇതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം പുള്ളി ഫേക്ക് ആണ്. പുള്ളി ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 വേണ്ടിയിട്ട് വ്യക്തമായി പഠിച്ചു വന്ന് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. കാരണം എല്ലാ ക്യാമറയിലും നോക്കി ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റിയും എന്തെങ്കിലും പ്രശ്നങ്ങളും അവരുമായിട്ടുള്ള ആർഗ്യുമെന്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ക്യാമറയിൽ എങ്ങനെയെങ്കിലും പറഞ്ഞൊഴിവാക്കി വിടാനൊന്നും അല്ല നോക്കുന്നത്. അവർക്കെതിരെ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ രജിസ്റ്റർ ആകാൻ വേണ്ടി വളരെ ശക്തമായിട്ട് 2-3 തവണ റിപ്പീറ്റ് ചെയ്താണ് പുള്ളി പറയുന്നത്. ഓരോ കാര്യങ്ങളും ഓരോ പ്രശ്നങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളി ഒന്നിലൊന്നും ഒതുക്കുന്നില്ല. പുള്ളിക്കറിയാം, പുള്ളി എല്ലാ ബിഗ് ബോസ് സീസണും കണ്ടിട്ടുണ്ട്. പലരും ചെയ്യുന്ന കാര്യങ്ങളും എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ആകും, നമ്മൾ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ക്യാമറ സ്പേസ് നേടിയെടുക്കാൻ പറ്റും, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഒപ്പോസ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിൽ നിന്ന് എങ്ങനെ മാറി നിന്ന് തനിച്ച് ഒറ്റപ്പെടൽ നാടകം മാത്രം കളിച്ചിട്ട് കാര്യമില്ല, ശക്തമായി എതിർക്കുക കൂടി ചെയ്താൽ മാത്രമേ നമുക്കൊരു സ്പേസ് കിട്ടത്തുള്ളൂ, പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചയാവൂ എന്നൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നും അതുപോലെ തന്നെ ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റിയും അവർ കാണിക്കുന്ന പല കാര്യങ്ങളും അത് ഏതെങ്കിലും രീതിയിൽ എങ്കിൽ പോലും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവണമെന്ന് കരുതി തന്നെയാണ് പുള്ളി പലതവണ ആവർത്തിച്ച് പറഞ്ഞ് ഈ ഒരു ക്യാമറയിൽ രജിസ്റ്റർ ആക്കുന്നത്. എന്താണെങ്കിലും അത് വളരെ മികച്ച ഒരു ഗെയിം തന്നെയാണ്. ചിലപ്പോൾ മുന്നോട്ട് പോരുന്ന ദിവസങ്ങളിൽ കുറെ ആളുകൾക്കിടയിൽ ഇത്രയെങ്കിലും പുള്ളി ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. കാരണം വെറുതെ അവിടെ വന്നിരുന്ന് തിന്നുകുടിച്ച് പേയ്മെന്റും വാങ്ങി ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നതിലും ഭേദം പുള്ളി ഒരു നെഗറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കണ്ടസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ നിന്ന് കളിക്കാൻ കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ, അത് നമ്മൾ സമ്മതിച്ചല്ലേ പറ്റത്തുള്ളൂ. അല്ലാതെ 19 കണ്ടസ്റ്റൻസ് പുള്ളിക്ക് എതിരെയായിട്ട് നിൽക്കുമ്പോൾ അവർക്കെതിരെ നിന്ന് വീണ്ടും വെറുതെ നിന്നല്ല, വീണ്ടും ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടാണ് അനീഷ് അവിടെ നിൽക്കുന്നത്. ബട്ട് പല രീതിയിലും നമുക്ക് വെറുപ്പിക്കുന്ന രീതിയിലുള്ള പുള്ളിയുടെ പല പ്രയോഗങ്ങളും സംസാരങ്ങളും നമുക്കും ഉണ്ടാകുന്നുണ്ട്. ബട്ട് ചില കാര്യങ്ങൾ നമ്മൾ അത്രയാ ഒരു വെറുക്കുന്ന രീതിയിലേക്ക് വന്നിട്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പുള്ളി പറയുന്നതിൽ ന്യായമുണ്ട്, പല കാര്യങ്ങളും അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളും പല കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളും പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. കാരണം സെലിബ്രിറ്റി എന്നും അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് എന്നും ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അവരവരുടേതായുള്ള പ്രയോറിറ്റി കാണിക്കാൻ നോക്കുമ്പോൾ അവർക്കെതിരെ ശക്തമായി തന്നെ പുള്ളി പ്രതികരിച്ച് കാണുന്നുണ്ട് നമ്മൾ ഓരോ ദിവസവും. എന്തായാലും ഈ ഒരു സീസൺ 7 ആദ്യത്തെ ആഴ്ചയിൽ നോക്കിക്കഴിയുമ്പോൾ എൻ്റെ ഒരു വിലയിരുത്തലിൽ പ്രത്യേകിച്ച് പുള്ളിയോട് താല്പര്യങ്ങളോ അല്ലെങ്കിൽ സപ്പോർട്ടുകളോ കാര്യങ്ങളൊന്നും എനിക്കില്ല. നല്ല രീതിയിൽ വെറുപ്പിച്ച് കൂട്ടുന്നുമുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരാഴ്ച സോഷ്യൽ മീഡിയ ചർച്ചകളിലും ഏതെങ്കിലും രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കാൻ അനീഷിന് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ശക്തനായ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നമുക്കും അല്ലെങ്കിൽ ശക്തനായിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് നമുക്ക് അനീഷിനെ നമുക്ക് ഈ ഒരാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വേറൊരു കണ്ടസ്റ്റന്റും ആ ഒരു ലെവലിലേക്ക് പോലും ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് അവിടെ ഉണ്ട്, കുറച്ച് ടാസ്കുകളിലും കാര്യങ്ങളും ഒക്കെ കളിക്കുന്നുണ്ടെന്നല്ലാതെ സ്വന്തമായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും ഒന്നും ശക്തമായി പറഞ്ഞ് ഇതുവരെയും വന്നിട്ടില്ല. സോ ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ പറയുന്ന ഒരു ശക്തനായ പ്ലെയർ എന്ന് പറയുന്നത് വെറുപ്പിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷ് തന്നെയാണ്. സോ വരും ദിവസങ്ങളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.